ന്യൂസ് ഹബിലേക്ക് സ്വാഗതം. ന്യൂസ് ഹബ് ഇന്ന് ചർച്ച ചെയ്യുന്നത് റോയിട്ടേഴ്സിന്റെ ഒരു റിപ്പോർട്ടാണ്. അതായത് നമുക്കറിയാം, ബലാക്കോട്ടിൽ ഇന്ത്യ വ്യോമാക്രമണം നടത്തി എന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ആ വ്യോമാക്രമണത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയി പഠിക്കുകയും അതിലൊരു വ്യക്തത വരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ പറയുന്ന മേഖലകളിലേക്ക് അൽ ജസീറയുടെയും അതുപോലെ തന്നെ റോയിട്ടേഴ്സിന്റെയും മാധ്യമ പ്രവർത്തകർ കടന്നുപോയി അവിടെ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് അതിന്റെ വ്യക്തത മാധ്യമങ്ങളിലൂടെ നൽകിയിരുന്നു. തുടർന്ന് അതൊക്കെ വലിയ വിവാദമായതാണ്. എന്നാൽ ഇപ്പോൾ ഇതാ പുതിയ ഒരു റിപ്പോർട്ടുമായിട്ടാണ് റോയിട്ടേഴ്സ് കടന്നു വന്നിട്ടുള്ളത്. ആ റിപ്പോർട്ടിലേക്കാണ് ഞങ്ങൾ ഇപ്പോൾ കടക്കാൻ വേണ്ടി പോകുന്നത്. അതായത് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ സാറ്റലൈറ്റ് കമ്പനി പുറത്തുവിട്ട ചിത്രങ്ങളാണ് റോയിട്ടേഴ്സ് ഇന്ന് ഒരു വാർത്ത എന്ന രൂപത്തിൽ നൽകിയിരിക്കുന്നത്. അതായത് ആ സാറ്റലൈറ്റ് കമ്പനിയുടെ പേര് എന്ന് പറയുന്നത് പ്ലാനറ്റ് ലാബ് ഇങ്ക് ആണ്. അതായത് ഒരു സ്വകാര്യ കമ്പനിയാണ്. ആ കമ്പനി 2018 ഈ ബലാക്കോട്ടിലെ ഒരു ചിത്രം അവിടെ നിന്നും പകർത്തിയിരുന്നു. അതോടൊപ്പം ഇപ്പോൾ ഇന്ത്യ വ്യോമാക്രമണം നടത്തി എന്ന് പറയുന്നതിന് ശേഷം അവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് തെളിയിക്കാൻ വേണ്ടി ഒരു സാറ്റലൈറ്റ് ചിത്രം കൂടി പുറത്തുവിട്ടിരിക്കുകയാണ്. 2018 ചിത്രവും 2019 ചിത്രവും തമ്മിൽ ഒരു വ്യത്യാസവും കാണുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഏകദേശം 6ഓളം മദ്രസകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചിത്രമാണ് അവർ പുറത്തുവിട്ടിട്ടുള്ള ചിത്രം എന്ന് പറയുന്നത്. റോയിട്ടേഴ്സ് വളരെ വിശദമായി ഈ ചിത്രത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് 6 കെട്ടിടങ്ങൾ അവിടെ ഉണ്ട്. അതിനൊന്നും യാതൊരു പോറലേറ്റതായിട്ട് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമല്ല. അതായത് 2018 പോലത്തെ തന്നെയുള്ള അതേ ചിത്രങ്ങൾ തന്നെയാണ് ഇത് എന്നുള്ള ഒരു അവകാശവാദമാണ് സാറ്റലൈറ്റ് കമ്പനി ആയിട്ടുള്ള പ്ലാനറ്റ് ബി ലാബ് ഉന്നയിക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ചിത്രങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ജെയ്ഷെ മുഹമ്മദിന്റെ ക്യാമ്പുകൾ അവിടെ ഇല്ലാതായി എന്ന ഇന്ത്യയുടെ വാദത്തിന് വലിയ തിരിച്ചടിയാണ് ഈ സാറ്റലൈറ്റ് കമ്പനി നൽകുന്നുള്ളത്. അതായത് അവിടെയുള്ള 6 കെട്ടിടങ്ങൾക്കും യാതൊരു പോറലും ഏറ്റിട്ടില്ല എന്ന് ആ സ്വകാര്യ കമ്പനി, അതായത് സാറ്റലൈറ്റ് കമ്പനി അവകാശപ്പെടുമ്പോൾ ആ അവകാശത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് റോയിട്ടേഴ്സും റിപ്പോർട്ട് മുന്നിലേക്ക് വെക്കുന്നുള്ളത്. ഒരു കാര്യം വ്യക്തം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ വ്യോമാക്രമണം ആ പരിസരങ്ങളിൽ എവിടെയോ നടന്നിട്ടുണ്ട് എന്ന് റോയിട്ടേഴ്സ് പറയുന്നുണ്ട്. പക്ഷേ ലക്ഷ്യസ്ഥാനം ഇന്ത്യക്ക് തെറ്റിപ്പോയോ എന്നുള്ളതും റോയിട്ടേഴ്സ് ചോദിക്കുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ വ്യോമസേനയ്ക്ക് ലക്ഷ്യസ്ഥാനം തെറ്റിപ്പോയോ എന്നുള്ള ഒരു ചോദ്യം റോയിട്ടേഴ്സ് ഉന്നയിക്കുന്നുണ്ട്. അത് ഉന്നയിക്കാനുള്ള കാരണം ഈ സാറ്റലൈറ്റ് ദൃശ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് റോയിട്ടേഴ്സ് ഈ കാര്യങ്ങൾ ഉന്നയിക്കുന്നുള്ളത്. അത് വലിയ ഒരു ചോദ്യം തന്നെയാണ്. അതിനെ നിസ്സാരമായി നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. റോയിട്ടേഴ്സ് പോലെയുള്ള മാധ്യമങ്ങൾ, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോകം കാണും. അവിടെ ചോദ്യം ചെയ്യപ്പെടുക ഇന്ത്യയാണ്. അതുകൊണ്ട് ഇതിന് വ്യക്തമായിട്ടുള്ള ഉത്തരം നമ്മൾ നൽകേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ ആകട്ടെ ഒന്നും പറയാതെ വാർത്താ സമ്മേളനത്തിൽ ഒരു ഒതുക്കി വെക്കുന്ന രീതിയിലാണ് അവരുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞു പോയത്. മറ്റൊരു കാര്യം, ഇന്ത്യയുടെ കേന്ദ്രമന്ത്രിമാർക്ക് പോലും പല വാദങ്ങളാണ് ഈ വിഷയത്തിലുള്ളത്. വ്യോമസേനയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുമില്ല. അപ്പോൾ ഏതാണ് സത്യം എന്നുള്ള ഒരു ചോദ്യം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് ഇതിലെ വ്യക്തത എന്ന് റോയിട്ടേഴ്സും ചോദിക്കുന്നുണ്ട്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, റോയിട്ടേഴ്സ് കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ വാദം, പാകിസ്ഥാന്റെ വാദം, ആ സമയങ്ങളിൽ നടന്ന സംഭവങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിനോടകം തന്നെ ഈ റിപ്പോർട്ട് വലിയ ചർച്ചാ വിഷയമായിട്ടുള്ളതാണ്. ഈ സാറ്റലൈറ്റ് കമ്പനി വ്യക്തമായിട്ടുള്ള തെളിവുകൾ മുന്നിൽ നിർത്തുന്നുണ്ട്. 2018 ദൃശ്യം മുന്നിലോട്ട് വെക്കുന്നുണ്ട്. 2019 ദൃശ്യം ഇതിൽ തന്നെ മുന്നിലോട്ട് വെക്കുമ്പോൾ എന്താണ് വ്യക്തത എന്ന ഒരു ചോദ്യം ഇവിടെ അവസാനിക്കുന്നുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, വ്യോമാക്രമണം ആ പ്രദേശങ്ങളിൽ നടന്നിട്ടുണ്ട്. ലക്ഷ്യസ്ഥാനം പിഴച്ചോ എന്നുള്ള ഒരു ചോദ്യം റോയിട്ടേഴ്സും ചോദിക്കുന്നുണ്ട്. ന്യൂസ് ഹബ് ഇവിടെ നിർത്തുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.